അടുത്ത ഈസ്റ്ററിനുള്ളതാണ്. ഉണ്ടോ എൻ്റെ നിപ്പ് കണ്ടോ? ഇത്ര അടിപൊളിയായി. ഇതിൻ്റെ സമയം എന്ന് വരെ ഉണ്ടാകാം ആർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല. എന്ത് സ്നേഹമായിട്ടുള്ള നിപ്പാണെന്ന് നോക്കിക്കോണം. എന്ത് സ്നേഹമായിട്ടാണ് നിൽക്കുന്നത് അറിയാം. ഇതിനെയൊക്കെ ഇറച്ചിയാക്കുമെന്ന് പറയുന്നത് തന്നെ വലിയ പ്രയാസമാണ്. എന്തായാലും ഇതിൻ്റെ ആയുസ് ഇന്നുവരെ ഉണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഉണ്ടല്ലേ, നല്ല സ്നേഹമുള്ള കൂത്തുകുട്ടികളാണ്. മോനെ യോ ഉണ്ടോ? ദേഷ്യപ്പെട്ടാണ് നിൽക്കുന്നത് അതിനിപ്പം. കണ്ടോ, ഇത് ദേഷ്യപ്പെട്ടാണ് നിൽക്കുന്നത്. കണ്ടോ ഉണ്ടോ വരുന്നത്? കണ്ടോ ഉണ്ടോ? അതിന് വെള്ളം കുടിക്കാനാണെന്നും അറിയത്തില്ല. അടുത്ത ഈസ്റ്ററിലേക്കുള്ളതാണ്. ഇതൊക്കെ വലിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊരു പന്തികേട് തോന്നുന്നുണ്ട്. ആണ് അടുത്ത ഈസ്റ്ററിലേക്കുള്ള പൂത്തുകുട്ടികൾ. ഇവിടെ നോക്ക്, ഇവിടെ നോക്കടാ. ഇവിടെ നോക്കടാ. ഇവിടെ നോക്കാം. ഇവിടെ എല്ലാവരും ചെയ്യുന്നത് ഉള്ള ചെറിയ പോത്തുകുട്ടികളെ കൊണ്ടുവരും, വലുതാക്കി വിൽക്കുകയാണ്. ഉപജീവന മാർഗമായിട്ടാണ് കഴിയുന്നത്. സീസൺ ആകുമ്പോഴത്തേക്ക് വിൽക്കും. സീസണിൻ്റെ അനുസരിച്ച് അവർ കൊണ്ടുവരുന്നു. ഉള്ള കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ സീസൺ സമയമാകുമ്പോഴത്തേക്ക് വിൽക്കും. ഏത് സമയത്ത് കൊടുത്താലും പൈസയാണ്. സ്ഥലവും ഇടമൊക്കെ ഉള്ളവർക്ക് നല്ലൊരു ഉപജീവന മാർഗമാണ് ഇത്. 2-3 പോത്തുകുട്ടികളെ വാങ്ങിച്ചിട്ട് ഒരു കൊല്ലം വളർത്തി കൊടുത്തു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ ആൾക്കാരുമുണ്ട്. നല്ലൊരു ഉപജീവന മാർഗമായിട്ടാണ് കാണുന്നത്. അത് ഓരോ സീസണനുസരിച്ചാണ്. ക്രിസ്മസ്, ഈസ്റ്റർ എന്നൊക്കെ സമയങ്ങൾ നോക്കിയാണ് വളർത്തുന്നത്. ക്രിസ്മസ്, ഈസ്റ്ററൊക്കെ നോക്കിയാണ് വളർത്തുന്നത്. നല്ലൊരു മാർഗമാണ്. അടുത്തൊരു പെരുന്നാൾ വരെ കാത്തിരിക്കുന്നു. അടുത്തൊരു പെരുന്നാൾ വരെയാണ്. അങ്ങനെ ഈസ്റ്ററിന് വേണ്ടിയുള്ളതാണ്. അങ്ങനെ പോത്തുകുട്ടികൾ കണ്ടില്ലേ. ഇതിൻ്റെ ജീവിതം ഇന്നുവരെയുണ്ട്. പോത്തുകുട്ടികൾ ഈസ്റ്ററിന് വേണ്ടിയുള്ള നോക്കിക്കിടക്കുകയാണ്.
ഈർച്ചിന് വേണ്ടി നോക്കി കിടക്കുകയാണ്. ഓരോന്നിനും ഓരോ സമയങ്ങളുണ്ട്. ഇതാണ് പോത്തുകുട്ടി, ഈർച്ചിന് വേണ്ടിയുള്ളതാണ്.